പ്രവചനത്തിലെ 58-ാമത്തെ അധ്യായത്തില് 3 മുതലുള്ള വാക്യങ്ങൾ, 3 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കാമോ? എല്ലാവരും ഉപവാസക്കാരാണ്. ഇറച്ചി വേണ്ട, മീൻ വേണ്ട, ചെമ്മീൻ വേണ്ട, മുട്ട വേണ്ട, ചിലർക്ക് പച്ചവെള്ളം പോലും വേണ്ട. വെള്ളം ഒരുപാട് കുടിക്കണം കേട്ടോ. ഹല്ലേലൂയ. ഡീഹൈഡ്രേഷന്റെ ടൈമാണ്. അപ്പോ ഈ ചൂട്, യൂറിനറി ഇൻഫെക്ഷൻ, അതുപോലെ യൂറിൻ സ്റ്റോൺ, ഇങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ വരുന്ന ഒരു ക്ലൈമറ്റാണ്. ഹല്ലേലൂയ. യേശുവിനെ നന്ദി. അപ്പോ പച്ചവെള്ളം ധാരാളം കുടിക്കണം. ഇനി ഉപവസിക്കുന്നവര് അവരുടെ ചോദ്യത്തിലുള്ള മറുപടിയാണ് യേശയ്യ 58:3 മുതൽ. ദൈവമേ, അത് കാണുന്നില്ലേ? വീട്ടിലുള്ളവരോട് പറയും, ഉപവാസമാണ്, എന്റെ കണ്ണുണ്ടെന്ന് പലരെടുക്കുന്നു പറയും അല്ലെ. ചിലര് മുറിയടച്ച് വടക്ക് ദിവസം, ഓഫീന്റെ ദിവസം ഉപവാസം എടുക്കുന്നവരുണ്ട്. എന്നിട്ട് കയറി കിടന്ന് ഉപവാസം തീരുന്നവരെ കിടന്ന് ഉറക്കമുണ്ട്. അതാണ് ഉപവാസം. അല്ല. ഹല്ലേലൂയ. യേശുവേ നന്ദി. എന്നിട്ട് അങ്ങ് കാണുന്നില്ലേ ഞങ്ങൾ എന്തിന് മറ്റുള്ളവർ പേടിച്ചു പോകും. ഇതാണ് ഉപവാസം. പിന്നെന്താ പറയുന്നത്? ഞങ്ങളെ പോലെ തലകുനിക്കുന്നതും ചാത്തു വിരിച്ച് ചാരവും വിതറി കിടക്കുന്നതുമാണോ? എന്താണ് ഉപവാസം? അതിന്റെ ഡെഫിനിഷൻ ചെയ്താ ദുഷ്ടതയുടെ കെട്ടുകൾ പൊട്ടിക്കണം. പട്ടിണി കിടന്ന് പക്ഷെ സ്വഭാവത്തിന് ഒരു മാറ്റമില്ല. അത് ഉപവാസമാണ്. അത് ഉപവാസമല്ല, വേറെ പേര് പറഞ്ഞാൽ മതി. ദുഷ്ടതയുടെ കെട്ടുകൾ പൊട്ടിക്കുകയും നുകത്തിന്റെ കയറുകൾ അഴിക്കുകയും മർദ്ദിതരെ സ്വതന്ത്രരാകുകയും